ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നേരെ വെളുത്തിട്ടുള്ളൂ 6 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. നമ്മളെ മോരിലിട്ടിട്ടുള്ള മുളകുണ്ട്, അത് ചിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. നേരെ വെളുത്തിട്ടേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ കുരുമുളക്, അതുപോലെ വിനാഗിരിയിലിട്ട മുളക്, സുർക്കിലിട്ട മുളക്, അതുപോലെ നമുക്ക് ഈ വേനൽക്കാലത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഉണ്ടാക്കി വെക്കാൻ, ഒരുക്കി വെക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ചുക്കി വെക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറിയതാണ്. ഇനി അടുക്കള പണിയൊന്നും ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നെന്താ പറയുക, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചക്കപ്പം ഉണ്ടാക്കണം. നമ്മളെ കഴിഞ്ഞ കൊല്ലം വിരകി വെച്ച ചക്കയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചക്കപ്പം ഉണ്ടാക്കണം. അതിനുള്ളതൊക്കെ കുഴച്ച് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എനിക്ക് പോകാൻ. പിന്നെ അംഗൻവാടി ഇട്ട് വന്നിട്ട് പിന്നെ അത് കുഴക്കലും അത് പരത്തലും അത് ഉണ്ടാക്കലും ഒന്നും നടക്കൂല. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എല്ലാവരും വരും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടേക്ക് ഇരുട്ടേക്കാരം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇരുട്ടാവും. നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാലും കേട്ടോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ചക്കപ്പൻ ചുടാനുണ്ട്. അപ്പോൾ ഒരലിൽ തന്നെയാണ് ഇടിച്ചിക്കണത്. ഇന്നലെ വൈകുന്നേരം ഇടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ കൊല്ലം വരകിയ ചക്കയാണ് നമ്മളെ ടിന്നിന്ന് നമ്മൾ കോരി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊരു കേടുമില്ല, നല്ല സൂപ്പർ ചക്ക വരകിയതാണ് കേട്ടോ. ഇതിലിടയ്ക്ക് കുറച്ച് ചക്ക ഞാൻ വരകിയത് കേട് വന്നു കേട്ടോ, പൂത്തു പോയി. അതെന്താ എവിടെ പേച്ചത് എനിക്കറിയില്ല കേട്ടോ. അത് ഇത്രക്ക് മൂപ്പാവായിട്ടാണോ എന്താണോന്ന് അറിയില്ല. എന്നിട്ട് കുറേ വരകിയ ചക്ക, ഒരു ചക്കൻ്റെത് മൊത്തത്തിൽ വേറൊരു ടിന്നിലേനി. അപ്പം തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇത് മൂപ്പായിട്ടില്ലേ, വെള്ളം വറ്റിയിട്ടില്ലേ എന്നൊക്കെ തോന്നിയിരുന്നു. ഇതിപ്പോൾ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയതാണ് കേട്ടോ, ഇതിലൊന്ന് കുഴക്കാൻ വേണ്ടിയിട്ട്. വെറും പച്ചവെള്ളത്തിൽ കുഴക്കും വേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ പിന്നെ നല്ലോണം കുഴച്ച് നാളികേരക്കൊത്തും നമ്മളെ അരി ഇടിച്ച് പൊടിച്ച അരിപ്പൊടിയും ചക്ക വരകിയതും നാളികേരും ഒരു തുള്ളി നെയ്യൊക്കെ എടുത്ത് അങ്ങോട്ട് കുഴക്കട്ടോ. എന്നിട്ട് നമുക്കിത് ഇലയിൽ പരത്തിയിട്ട് ചുടണം. അപ്പോൾ ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം അടച്ചേക്കാൻ. ഇപ്പോൾ തൽക്കാലം ഒന്ന് അടച്ച് വെച്ചതാണ്. എന്നിട്ട് വാഴൻ്റെ ഇല ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാനൊരു പലകമ്മ ഇങ്ങനെ വെക്കൂട്ടോ. എന്നിട്ട് ഇങ്ങനെ പരത്തി നീട്ടി. ഇന്നിപ്പോൾ നേരല്ല. പിന്നെ ഇപ്പോൾ ചക്ക ഉണ്ടതാത്ത അവിടെ ചോദിച്ചു. അപ്പോൾ ചക്ക മൂത്തതും കിട്ടിയതൊന്നുമില്ല. അപ്പോൾ എന്നാൽ വരകിയത് ഉണ്ടാവുകൊണ്ട് ചക്കപ്പം ചൂടാലോ വിചാരിച്ചിട്ടോ. നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ അതിപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനിപ്പോൾ വലിയ മെനക്കെടൊന്നും ഇല്ലല്ലോ വിചാരിച്ചങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പലകമ്മ ഓരോന്നോരോന്നാക്കി പരത്തി വെച്ച് പിന്നെ ആവിയിൽ വേവിച്ചാൽ മതി. ഇതിപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാരണം നല്ല ടേസ്റ്റാണത്. ചക്ക പഴുത്തത്, ചക്കക്ക് ഒരുപാട് ഗുണങ്ങളാണല്ലോ. ഈ വേനൽക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാം. ചക്ക ഉണക്കിയത് വെക്കാം, ഉണക്കി പച്ചച്ചക്ക ഉണക്കുക, പഴുത്ത ചക്ക ഉണക്കുക, ചക്കത്തേര ഉണ്ടാക്കുക. ഇനിയിപ്പോൾ മാങ്ങാക്കാലായി മാങ്ങ കൊണ്ട് ഉണ്ടാക്കുക. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക. കൊണ്ടാട്ടൻ മുളക് ഉണ്ടാക്കി വെക്കുക, കൈപ്പങ്ങ കൊണ്ടാട്ടൻ ഉണ്ടാക്കി വെക്കുക. അരി, മഞ്ഞൾ, മുളകും ഒക്കെ ഉണക്കി പൊടിച്ച് വെക്കുക. അതിനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയാണ്. അത്രയ്ക്ക് ചൂടും വെയിലുമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഞാനെന്താണെന്നാ ചെയ്യുക, രാവിലെ അതൊക്കെ കഴുകി വാരി പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉണക്കാട്ടിട്ട് അംഗൻവാടിക്ക് പോകും. വരുമ്പോഴത്തേനൊക്കെ ഉണങ്ങി കിലുക്കിട്ടാൻ പാടിക്കും. കാരണം 3:30 കഴിയും 4 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തുമല്ലോ. അപ്പോൾ പിന്നെ എടുത്തേക്കും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ചക്കപ്പം കണ്ടോ അങ്ങനെ വെന്തിക്കുന്നത്. ഇതൊന്നും ഇപ്പോൾ കാണിച്ചു തരാൻ നേരമല്ല. രാവിലെ ആയതുകൊണ്ട് ടൈമില്ല നമുക്ക്. മനസ്സമാധാനത്തോടെ ഒന്ന് വീഡിയോ എടുക്കാനോ അപ്പോൾ ഒന്ന് കാണിച്ചു തരാനൊന്നും ടൈമില്ല. നല്ല ചൂടാണ് കണ്ടോ. ആവി പോണ അപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പോൾ ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സോഫ്റ്റ് ആവണത് എന്താണെന്നറിയാം, നമ്മളെ ഈ പൊടിപ്പിച്ച പൊടിയല്ലല്ലോ. പൊടിപ്പിച്ച പൊടിയാണെങ്കിൽ എന്തായാലും അതിനൊരു ബലം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അതാ ഞാൻ പോണീൻ്റെ അടുക്ക് അരി കഴുകി പച്ചരി
പൊടിക്കണമല്ലോ, ഒന്ന് നോമ്പൊക്കെ അല്ലേ വരുന്നത്. അത് കഴുകി വാരാൻ വെക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ചിക്കിയിട്ട് വേണം പോകാൻ. പിന്നെ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കണവർക്കൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ മോരിലിട്ട മുളക് ഉണ്ടാക്കാനൊക്കെ നല്ല മട്ടാണ്, നല്ല വെയിലാണ്, വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. 2-3 ദിവസം കൊണ്ട് കൊണ്ടാട്ട മുളക് ഉണങ്ങി കിട്ടും. അമ്മാതിരി ചൂടാണ്. ടെറസിൻ്റെ മുകളിലിടണം കേട്ടോ, നമ്മൾ നിലത്തൊന്നും ഇടരുത്. അപ്പോൾ അരിയിൽ വെള്ളം വാർന്നതിന് ശേഷം ഇങ്ങനെയുള്ളൊരു പിന്നെ ഇതൊരു കവറാണ് കേട്ടോ, വലിയൊരു പ്ലാസ്റ്റിക് കവർ. അതിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടിക്കണം ഉണക്കാനത്. ഇതിലാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ. ചിക്കിട്ടാൽ ഇന്ന് തന്നെ ഉണങ്ങും. എന്നാലും ഇപ്പം ഇനി ഒരു ദിവസം കൂടി ഒന്ന് കുറച്ച് നേരം വെയിലത്തെടുത്തു. കുറച്ച് അരിയേ ഉള്ളൂ, അതുള്ളത് 5 കിലോ അരിയായിട്ടേ ഉള്ളൂ ഇപ്പോൾ അത്. അപ്പോൾ ഉള്ളത് ഉണക്കി കിട്ടിയാൽ ഇനിയിപ്പോൾ മോരിൽ മുളക് ഉണക്കണേ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ മോരിൽ ഇട്ടിക്കുകയാണ് കണ്ടോ. നമ്മുടെ ഈ ഉണ്ടമുളക് വാങ്ങിയിട്ട് നടുകിനൊരു ഓട്ട കുത്തിയിട്ട് മോരിൽ വൈകുന്നേരം തലേന്ന് ഇട്ട് വെച്ച് എന്നിട്ട് ഇങ്ങനെ ചിക്കാൻ വെക്കുകയാണ് കേട്ടോ ഉണക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് വെയിൽ കൊണ്ടതിന് ശേഷം നമ്മൾ ഇത് പിന്നെയും എടുത്തുങ്ങാണ്ട് മോരിക്കണ്ടിടും. അങ്ങനെ പിന്നെയും മോരിക്കിടുക, മോരിന്ന് പിന്നെയും വെയിലത്തേക്കിടുക, പിന്നെയും മോരിക്കിടുക, മോരിന്ന് പിന്നെയും വെയിലത്തേക്കിടുക. അങ്ങനെ ആയി കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കൊണ്ട് നമ്മൾ ഈ മുളക് കൊണ്ടാട്ട മുളകായിട്ടും കിട്ടും. പിന്നെ നമുക്കിത് പൊരിച്ചുങ്ങാണ്ട് ചോറുക്കും കഞ്ഞിക്കും ഒക്കെ കൂട്ടട്ടോ. ഞാൻ എല്ലാ കൊല്ലവും ഇങ്ങനെ മുളക് ഉണ്ടാക്കലുണ്ട്. ഇപ്പം നമുക്ക് മുളക് നമ്മളെ തൊടുവിൽ ഉണ്ടാക്കാൻ സ്ഥലമില്ല കേട്ടോ. ആദ്യമൊക്കെ തൊടുവിൽ ഉണ്ടാക്കിയതിനനുസരിച്ച് ഉണക്കൊക്കെ ചെയ്യും. ഇപ്പം അതിനൊന്നും സ്ഥലമില്ല. 2 മുളക് ഉണ്ടായാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കുറച്ച് ഉണക്കുണ്ടാവും. അപ്പോൾ കണ്ടോ, ഒരു ദിവസം കൊണ്ടാണ് പെട്ട മുളക് ഇങ്ങനെ ആയത്, 2 ദിവസം കൊണ്ട്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം ഇതിട്ടു. ഇന്ന് തന്നെ ഇപ്പം നമുക്കിത് കൊണ്ടാട്ടനാക്കി അങ്ങനെ രാവിലെയാണ് ഇപ്പോൾ ഇതിട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും കേട്ടോ ഞാൻ ടിന്നെടുത്ത് തുടങ്ങിക്കണം. ഈ ടിന്നിക്കൽ കിളിക്കിളിക്കിലേലിട ഉണങ്ങിക്കും കണ്ടോ, കിട്ടാൻ പാടിയ മരുന്ന് ഉണങ്ങിക്കും. ഇനി ഇത് ഒരു ടിന്നിലിട്ടുണ്ട് അടച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും. നമ്മളിതൊക്കെ എന്ത് ചെയ്തു, കടയിൽ നിന്ന് വാങ്ങി തന്നൂല്ലേ മടിയന്മാർ. ഞാൻ തന്നൂല കേട്ടോ, ഞാൻ കടയിലത്തെ കൊണ്ടാട്ട മുളകൊന്നും ഞാൻ വാങ്ങി തന്നൂല. നമ്മളുണ്ടാക്കിയത് മാത്രമേ നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കാനുള്ള കുറച്ച് മുളക് പൈസ കൊടുത്തിന് വാങ്ങിയാൽ മതി. ഞാൻ ആക്കിയത് വാരിയിടുന്നത് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നു. പിന്നെ പൈസ കൊടുത്തിന് വാങ്ങിയാണ്ട് നമുക്ക് എന്താ അപ്പോൾ അത് ഒരു ടിന്നിലിട്ടുണ്ട് അടച്ചാൽ എത്രങ്ങാനും കാലം ഉപയോഗിക്കാം. മുളകൊന്നായിട്ട് തിന്നൊന്നുമില്ലല്ലോ നമ്മൾ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കടിച്ചു കിട്ടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇത് എന്താ പറയുക, ഇനി മീൻ കറി വെച്ചിട്ടില്ല. അപ്പം ഇന്നലെ പിന്നെ കുഞ്ഞാണിയൊക്കെ അങ്ങാടിയിൽ പിന്നെ മീൻ നന്നാക്കിങ്ങാണ്ടാണ് കൊണ്ടുവെക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളും കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ വാട്ടി കുറച്ച് മല്ലിച്ചപ്പും പച്ചമുളകും കറിവേപ്പിലയും തക്കാളി തക്കാളി ഞാൻ പേസ്റ്റാക്കിങ്ങാണ്ടാണ് ഇടുന്നത്. കണ്ട സാധനങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇവിടെ മൂപ്പിച്ചിങ്ങാണ്ട് കുറച്ച് പുളിവെള്ളം പറഞ്ഞ് മീനാണ് ഇട്ടാൽ മീൻ കറിയായി. നാളികേരം അരക്കാത്ത ഒരു മീൻ കറി കേട്ടോ. നാളികേരം അരച്ചാൽ നാളികേരം അരച്ചിക്കാണ്ടൊരു കറിയാവും. അപ്പോൾ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മല്ലിച്ചപ്പ് ഉള്ളത് കൊണ്ട് ഇടുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇടലൊന്നുമില്ല കേട്ടോ. മല്ലിച്ചപ്പ് മീൻ കറിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നല്ല അയില മീനാകുമ്പോൾ മല്ലിച്ചപ്പൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കറീൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നല്ലോണം കുറച്ച് ഉലുവയും കടുവും പൊട്ടിക്കും വേണം കേട്ടോ, അപ്പോഴുള്ള ആ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് നല്ലോണം കൊണ്ട് ചൂടാക്കിങ്ങാണ്ട് പുളിവെള്ളം വാരുക. എന്നിട്ട് പിന്നെ അതിക്ക് തിളച്ചിട്ട് മീനട് കഴുകി വാരിയിടുക. പിന്നെ തിളച്ചുക വാങ്ങി വെക്കുക. പിന്നെ വേണമെങ്കിൽ അതിക്ക് നാളികേരം ചെറിയ ഉള്ളിയൊക്കെ അരച്ച് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കറിയാവും. ഇപ്പോൾ പുളിവെള്ളം ഒഴിച്ചു, ചെറിയൊരു ചാറ്, ആകെ 4 മീനുള്ളേന്. അപ്പോൾ മീൻ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ മീൻ ഞാൻ തലടക്കാണ് നന്നാക്കിയത്, അവിടുന്ന് കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതേമാതിരി കാട്ടൊക്കെ കളഞ്ഞങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഇടുകയും ചെയ്തു. ഞാൻ എപ്പോഴൊന്നും തല എടുക്കലില്ല കേട്ടോ. പിന്നെ അവർ വൃത്തിയിൽ നന്നാക്കി തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ആണല്ലോ. പിന്നെ അപ്പോൾ നമ്മളെ മീൻ കറി റെഡിയായി. ഇനി നമുക്ക് ഓട്ടട ഉണ്ടാക്കുന്നുണ്ട്. ഓട്ടട നമുക്ക് ഒരു 4 ഓട്ടട ഒരാൾക്ക് കൊടുക്കാനും വേണം കേട്ടോ. അപ്പോൾ എന്നെ 4 ഓട്ടട എനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം ഓട്ടട ചുടണം രാവിലെ. അങ്ങനെയാണ് നേരെ മുഴുവനും പോകുക. ഈ ഓട്ടട അറിയുന്നത് അടുപ്പത്ത് ചുട്ടെടുക്കണ്ടേ, അല്ലാതെ ഗ്യാസുമ്മലാണെങ്കിൽ പെട്ടെന്ന് നടക്കും. അടുപ്പത്താകുമ്പോൾ അത് ഓരോന്ന് ചുട്ട് ആക്കും പോലെ തീ കയറാനും പറ്റില്ല, അടിഭാഗം കരിയാനും പറ്റില്ല. എല്ലാവരും ചോദിക്കും തങ്ങളാണ് പെട്ടെന്ന് ഓട്ടട ചുട്ടെടുക്കണം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിങ്ങനെ അടി കരിയാതെ എടുക്കുന്നത് അറിയാം. ഒരു കുഴപ്പമില്ല, നമ്മൾ ഈ തീ ഇങ്ങോട്ട് പാകമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തൊരു പലഹാരം കരിയാതെ കിട്ടും കേട്ടോ.
ആ തീജി കത്തിച്ചൽ പാകമാകണം എന്നുള്ളൂ. ഗ്യാസുമ്മലാകുമ്പോൾ എന്തായാലും ഓട്ടട ചുട്ടാൽ എനിക്ക് ശരിയാകലില്ല. എല്ലാവരും ചിലവരൊക്കെ പറയുന്നേക്കാം ഗ്യാസുമ്മ ചുട്ടാൽ നേരാകും. എനിക്ക് നേരാകൂല കേട്ടോ. എനിക്ക് അടുപ്പത്ത് തന്നെ ചുടണം. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ കണ്ടോ, ഓട്ടട അതിനൊരു പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഒരു കുഴപ്പമില്ല, നമ്മളെ സൂപ്പർ ഓട്ടടയും. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ കാണാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.